ദൈവം തന്ന ഏറ്റവും നല്ല 2 സമ്മാനങ്ങൾ എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അവരില്ലായിരുന്നെങ്കിൽ അവരൊരു നോ പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്നതൊക്കെയുള്ളൂ ഇപ്പം സജ്ന ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതുള്ളൂ. കണ്ട ലോകവും കാഴ്ചകളും എല്ലാം അവരുടെ ഒരു യെസിൻ്റെ മേലെ ഉണ്ടാക്കിയത്. യാത്രകൾ ഇഷ്ടമാണ്. മീൻസ് പൊതുവേ വെച്ചാൽ ചെറുപ്പം മുതലേ ഉപ്പ ലോറിയിൽ പോയിട്ട് വരുന്ന സമയത്ത് മുംബൈയിൽ നിന്നോ അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വീറ്റ്സ്, അതുപോലെ കുഞ്ഞുനാളിലെ പെരുന്നാളിനൊക്കെ ഉപ്പ പുറത്തുനിന്നാണ് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ പറയും എന്നെയും കൊണ്ടുപോകണം എന്ന് പറയുമ്പം പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ബാത്റൂമൊന്നും ഉണ്ടാവില്ല, പെൺകുട്ടികൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അങ്ങനെ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ചെറിയ 1 ഡേ ട്രിപ്പുകളിൽ, അതായത് അടുത്ത് ഒക്കെ മണൽ കൊണ്ടുവരാനുള്ള ലോറി അങ്ങനെ ട്രിപ്പ്, അല്ലെങ്കിൽ ചെറിയ 1 ഡേ ട്രിപ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്നെ കിളിയായിട്ട് ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ +2 പഠിക്കുന്ന സമയത്ത് എവിടെ MES കോളേജിലാണ് പഠിച്ചത്, കോഴിക്കോട്. അപ്പം എല്ലാവരെയും വിളിക്കാൻ വരുന്നത് കാറിലൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് കാറൊന്നുമില്ല. അപ്പം ഞാൻ ചുമ്മാ ഒരു ആഗ്രഹത്തിന് പറഞ്ഞു, അപ്പോൾ നമുക്ക് വലിയ വണ്ടിയിൽ വരണം, ഒരു ദിവസം വലിയ വണ്ടിയിൽ എന്നെ പിക്ക് ചെയ്യാൻ വരണം എന്നാണ്. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കോളേജ് വിട്ടിറങ്ങുമ്പോൾ എന്നെ വിളിക്കുന്നു, സൈഡിൽ നിന്ന് ആരോ വിളിക്കുന്നു. നോക്കുമ്പോൾ ഉപ്പയുടെ ലോറിയിലെ ക്ലീനറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഉപ്പ അവിടെ വെയിറ്റ് ചെയ്യുക ലോറിയും കൊണ്ട്. അതിനെ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തി ലോറിയിൽ കയറി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കുക, എല്ലാവരും കാറിൽ കയറുമ്പോൾ ഞാൻ മാത്രം ലോറിയിൽ കയറുന്നു. അങ്ങനെ അങ്ങനെയാണ് തുടങ്ങിയത്. നല്ല സ്വന്തമായിട്ട് യാത്രകൾ ചെയ്ത് തുടങ്ങിയപ്പം ഇതുപോലെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടോയ്ലറ്റ്സ് ആയിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ബാഗ് ഏൽപ്പിക്കാൻ ആരുമില്ല. അപ്പം ഈ ബാഗ് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ബാഗും കൊണ്ട് ടോയ്ലറ്റിൽ പോകുക, അല്ലെങ്കിൽ കിട്ടുന്ന ടോയ്ലറ്റിൽ വൃത്തിയില്ല. ഇങ്ങനെയുള്ള ഒരു ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിൽ അവിടെ ഞാൻ ഫസ്റ്റ് ടൈം പബ്ലിക്കായിട്ട് നിന്നിട്ട് ബ്രഷ് ചെയ്തത് ആ ഒരു യാത്രയിലാണ്. അവിടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, മുണ്ടൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്, ആ റെയിൽവേ സ്റ്റേഷനിൽ പെയ്ഡ് ടോയ്ലറ്റ് ഉണ്ടെങ്കിലും പക്ഷേ വെള്ളമില്ല. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി, ഒരു കുഞ്ഞു ഗ്രാമമാണ്, അവിടെ പോയി ആൾക്കാരോട് അന്വേഷിച്ച് ടോയ്ലറ്റ് കണ്ടുപിടിച്ച് വന്നപ്പം അതിന് ഡോറില്ല. അപ്പോൾ 5 രൂപ ആണ് ആ ഒരു ടോയ്ലറ്റിനും അവർ മേടിക്കുന്നത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. അതിനുശേഷമൊക്കെ പിന്നെ എല്ലാം യൂസ്ഡായി. ഒരു ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആയി ആ ഒരു സ്ഥിതിയായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെ, സത്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്ന് വിചാരിച്ച് യാത്ര ചെയ്ത് തുടങ്ങിയതായിരുന്നില്ല. എനിക്ക് ഒരു 4-5 ദിവസത്തെ ലീവ് കിട്ടി ഓഫീസിൽ നിന്ന്. അപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം പലർക്കും പല കൺസേൺസാണ്. ഒരാൾക്ക് സാമ്പത്തികം, ഒരാൾക്ക് പ്രോജക്റ്റിൽ നിന്ന് ലീവ് കിട്ടില്ല, ഒരാൾക്ക് സേഫ്റ്റി. അങ്ങനെ സാമ്പത്തികമായിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന അവരവസ്ഥ അല്ലാത്തത് കാരണം അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് പ്രോജക്റ്റ് ലീവ്. അയാൾ പുതുതായിട്ട് ജോലിയിൽ കയറി, അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒഴിവാക്കി വരാൻ പറ്റില്ല. പിന്നെ കൺവിൻസ് ചെയ്യാന്നുള്ളത് സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടായിരുന്നു ഷീനു. പക്ഷേ അവൾ ഒരു ദിവസം വൈകിട്ട് ഓക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൾ വന്നപ്പോഴത്തേക്ക് അവൾ നോ പറഞ്ഞു. അവളുടെ റൂംമേറ്റ് അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവൾ പറഞ്ഞു അങ്ങനെയൊന്നും പോകുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പിന്നെ എനിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഒരു രാത്രി ഇരുന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ. അന്നൊക്കെ എന്ന് വെച്ചാൽ 2 മാസം മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഫോൺ നമ്പർ, അവിടെയുള്ള കോൺടാക്റ്റ്, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് സോളോ ട്രാവലർ എന്ന് പറഞ്ഞ് അതിൽ ക്ലോസ് ഫ്രണ്ട്സിനെയും ഒക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും ഏത് വണ്ടിയിലാണ് കയറുന്നത്, ആരുടെ കൂടെയാണ് ഉള്ളത്, എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആദ്യ യാത്ര പോയത്. ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പം ഓക്കെ ലീവ് ഉണ്ട്, ഓക്കെ ടിക്കറ്റ് അവൈലബിൾ ആണ്, ബാഗ് എടുക്കുന്നു പോകുന്നു. ചിലപ്പോൾ ടിക്കറ്റ് പോലും അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ തത്കാലം എടുത്തു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. കാരണം TTയുടെ കൈയും കാലും പിടിച്ച് ചിലപ്പോൾ ബർത്ത് കിട്ടും, അല്ലെങ്കിൽ ജനറലിൽ പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ യാത്ര. ഞാൻ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് ആദ്യത്തെ യാത്ര പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ യാത്ര ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒഡീസയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഒഡീസയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അപ്പം അവർ പറഞ്ഞു, അപ്പം ഉമ്മയൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു, ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് പോകുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണം സൂക്ഷിക്കണം. അപ്പോൾ ഉപ്പയും വിളിച്ചു പറഞ്ഞു അസുഖങ്ങളൊന്നും വരാതെ നോക്കണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ക്രേസ് കയറി. അപ്പോൾ ഹംപിക്ക് പോകാൻ തീരുമാനിച്ചു. ഹംപിക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴും ഒരു ഓഫീസ് ട്രിപ്പാന്ന് പറഞ്ഞു, ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയപ്പോൾ പകുതിക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ കയ്യിൽ നിന്ന്
പോയി കള്ളം പിടിച്ചു. അന്ന് രാത്രി ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല ടെൻഷനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് രാമേശ്വരം ധനുഷ്കോടി യാത്ര പ്ലാൻ ചെയ്തു. അപ്പോഴേ യുദ്ധം ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ പോവാറ്. അപ്പം പറഞ്ഞാൽ നീ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നതാണ്. എന്നാൽ ശരി നീ പോയിക്കോ പറഞ്ഞു. പോയി തിരിച്ചു വരുന്നവരെ ഉമ്മ വെറും മൂളൽ മാത്രമായിരുന്നു ഫോൺ വിളിച്ചാൽ. പിന്നെ 4ാമത്തെ യാത്രയിലാണ് ഒരുവിധം യെസ് കിട്ടിയത്. അത് ഗണ്ടിക്കോട്ട പോകുമ്പം ഉപ്പയെ വിളിച്ച് പറയുമ്പോൾ ഉപ്പ പറഞ്ഞത് നീ നിർത്താൻ ഉദ്ദേശിച്ചിട്ടല്ലേ എന്നായിരുന്നു ഉപ്പയുടെ മറുപടി. അതിനുശേഷം പിന്നെ എല്ലാം പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. ഇപ്പോൾ ചില ഫ്രണ്ട്സ് ചില ഗേൾസ് ചോദിക്കാറുണ്ട്, ചേച്ചി എനിക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ല. അപ്പം ഞാൻ ചുമ്മാ ചോദിക്കും, പറയാതെ ഇറങ്ങിക്കൂടെ, ചാടിക്കൂടെക്കും. അയ്യോ ചേച്ചി അത് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ എനിക്കും അധികം അത് പ്രോത്സാഹിപ്പിക്കാൻ തോന്നില്ല. കാരണം ഇനിയിപ്പോൾ അവസരം സജിനെ പറഞ്ഞിട്ടാണ് എൻ്റെ മോള് വീട്ടിൽ നിന്ന് ചാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കും പ്രശ്നമാണ്. അപ്പം ഒന്നെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞ് പക്ഷെ തിരിച്ച് പോയി വന്നിട്ട് സത്യം പറയാം കേട്ടോ. അല്ല നമ്മൾ സേഫായിട്ട് തിരിച്ചു വന്നു കേൾക്കുമ്പം അത് പിന്നെ നമ്മളെ നെക്സ്റ്റ് ടൈം നമ്മളെ വിടാൻ അവർക്കൊരു മോട്ടിവേഷനായിരിക്കും. എൻ്റെ ടെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് കുഴപ്പമില്ല. വീട്ടുകാരുടെ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതിലേ ഇങ്ങനെയാണ്, ഭയങ്കര കുരുത്തക്കേടും വാശിയുമാണ്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എപ്പോഴും തലവേദനയാണ്. എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ വെച്ചാൽ അടി പിടി ബഹളം എല്ലാത്തിലും ഞാൻ ഉണ്ടാവുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതായിരുന്നു അവരുടെ ഭയങ്കര ടെൻഷൻ. പക്ഷെ ഇപ്പം 4 വർഷങ്ങൾക്ക് ശേഷം അത് കൺവിൻസ് ചെയ്യാൻ പറ്റി അവരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് യാത്ര പോകണ്ടെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ചോദിക്കുന്നത് യാത്ര പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തി ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പം കൺവിൻസ്ഡ് ആണ്. പിന്നെ എൻ്റെ ടെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ മാനേജ് ചെയ്യുക, വേറെ ആരോടും മാനേജ് ചെയ്യാൻ പറയാറില്ല. ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ യാത്ര തുടങ്ങിയിട്ട് 4 വർഷമായി. ഇപ്പം 4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഹംപിയിൽ പോയ ഫ്രണ്ട്സ് എനിക്കില്ല, ഗണ്ടിക്കോട്ട പോയ ഫ്രണ്ട്സ് എനിക്കില്ല, അല്ലെങ്കിൽ ചിക്കമംഗ്ലൂർ പോയ ഫ്രണ്ട്സ് എനിക്കില്ല. എനിക്ക് ആകെയുള്ളത് മുന്നിൽ ഗൂഗിളാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് പോയ യാത്ര പുരിയായിരുന്നു. പുരി എങ്ങനെയോ അത് സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് അവിടുത്തെ ബീച്ച് കാണണം, അവിടുത്തെ അമ്പലത്തിൽ പോകണം, അവിടുത്തെ സ്വീറ്റ്സ് കഴിക്കണം എന്നൊക്കെ ഒരു സ്ട്രൈക്ക് ചെയ്തപ്പോൾ അങ്ങ് പോയതാണ്. പിന്നെ ഓരോ യാത്രയും എന്തൊക്കെയോ ഇപ്പം എവിടെയെങ്കിലും കാണുന്നൊരു ഇമേജ് ആയിരിക്കും. ഇപ്പം മധ്യപ്രദേശിലെ ഓർച്ച എന്ന് പറഞ്ഞൊരു നമ്മുടെ ഹംപി പോലുള്ളൊരു കുഞ്ഞു സിറ്റിയാണ്. അവിടെ പോയത് ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് സൈഡിൽ വന്നൊരു ഇമേജാണ്. അവിടുത്തെ ഒരു ടെമ്പിളിൻ്റെ ഒരു ടവേഴ്സ്, അത് കൊള്ളാമല്ലോ എന്ന് വെച്ചാൽ അത് ഇമേജ് വെച്ച് സെർച്ച് ചെയ്തു, സ്ഥലം കണ്ടുപിടിച്ചു. പിന്നെ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാൻ നോക്കി, നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കണ്ട് അവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു 1-2 വർഷത്തിനും കൊണ്ട് യാത്ര കുറച്ചുകൂടെ എളുപ്പമാണ്. അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും ഒത്തിരി ഫ്രണ്ട്സ് ഇപ്പോൾ ട്രാവലർ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ അടുത്തൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും എവിടെയാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ അവർ പ്ലാൻ ചെയ്ത് തരും. മറ്റേത് എപ്പോഴും ഞാൻ എപ്പോഴും പോകുന്നത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ. എൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ആയത് കാരണം അതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഇമേജോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിലിംസ് ആയിരിക്കും. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചിതറാൽ, നമ്മുടെ ശ്യാം പ്രസാദിൻ്റെ മൂവി ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റ് മൂവിയിൽ അവർ രണ്ടുപേരും ഒരു വർക്ക്ഷോപ്പിന് എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ അവിടെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് എവിടെയാ സ്ഥലം എന്ന് കണ്ടുപിടിക്കാൻ കുറേ ശ്രമിച്ചു. അങ്ങനെ ശ്യാം പ്രസാദിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു യൂട്യൂബിൽ. അതിലിങ്ങനെ പറയുന്നുണ്ട് 25 ദിവസം കൊണ്ട് ട്രിവാൻഡ്രത്തും പരിസര പ്രദേശങ്ങളിലുമാണ് ഷൂട്ടിംഗ് നടന്നതാണ്. അപ്പോൾ ഇങ്ങനെ മലൈക്കോവിൽ എന്നൊരൊറ്റ സെക്കൻഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് റിവൈൻഡ് ചെയ്ത് കേട്ട് മലൈക്കോവിൽ, പിന്നെ അത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചൊക്കെയാണ് പോയത്. അതുപോലെ എപ്പോഴും ആ ഒരു ടേസ്റ്റ് ഉണ്ടോ ചില ഫിലിംസിൽ കാണുന്ന ചില ഫ്രെയിംസ് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യുമ്പോൾ കാണുന്ന ഇമേജസ്, അങ്ങനെ ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടി യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ ഞാനൊരു ഫുഡിയാണ്. പക്ഷെ എപ്പോഴും എനിക്ക് ഇഷ്ടം കൊൽക്കട്ടയിൽ പോയിട്ട് കൊൽക്കട്ടയിലെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചില ട്രാവലോഗ്സ് എല്ലാം കാണുമ്പോൾ ചില ടി വിയിൽ ചില ചാനൽസിലെ ഒരു ട്രാവലോഗിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൊൽക്കട്ടയിലെ സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് കാണുന്നത്. അപ്പം അവിടെ പോകണം, ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ പോയത്. ജൂലൈയിൽ പോയി അവിടെ 3 ദിവസം ഹൗറയിൽ താമസിച്ചെങ്കിലും 3 ദിവസവും അവിടുത്തെ ഹൗറയൊക്കെ അടുത്തൊരു കടയിലെ ചേട്ടനെ തന്നെ നല്ല പരിചയമായിരുന്നു. പക്ഷേ വയറിന് ചെറിയായിട്ട് പണി കിട്ടി, പക്ഷെ എന്നാലും നല്ലതായിരുന്നു. അതുപോലെ ബദാമി പോയപ്പം അവിടുന്ന് മറ്റേ കോളിഫ്ലവറിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രൈ ഉണ്ടായിരുന്നു. 2 ദിവസം ഡിന്നർ അത് തന്നെയായിരുന്നു. അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റിൽ എപ്പോഴും ഫുഡ് വളരെ
ചിലവ് കുറഞ്ഞായിരിക്കും. കാരണം എപ്പോഴും പുറത്ത് പോയിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് അല്ലാതെ ഹൈ ക്ലാസ് ഹോട്ടലിലൊക്കെ നമുക്ക് നാട്ടിലിരുന്നാലും കഴിക്കാം. അവിടുത്തെ ആ സ്ട്രീറ്റ് ഫുഡിൻ്റെ ടേസ്റ്റ് അത് അവിടെ പോയി കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു സോളോ ട്രാവലർ ഉണ്ട്, ഏറ്റവും ഇൻസ്പയർ ചെയ്ത് ശിവ്യ ദത്ത എന്ന് പറയും. ഒരുപക്ഷെ ആൾക്കാർക്ക് അറിയാം ആദ്യമായിട്ട് എങ്ങനെ ബ്ലോഗ് ചെയ്യണം, എങ്ങനെയാണ് യാത്രകളുടെ അപ്ഡേറ്റ്സ് സോഷ്യൽ മീഡിയസിലൂടെ കൊടുക്കേണ്ടത്, ഇതെല്ലാം ശിവ്യ ദത്തിനെ ഫോളോ ചെയ്താണ് പഠിച്ചത്. അവരുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ 3 വർഷം ഹൗ ഷീ ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ക്വിറ്റ് ചെയ്ത് ഫുൾ ടൈം ട്രാവലിങ്ങിന് ഇറങ്ങിയ ഒരാളാണ് ശിവ്യ ദത്ത. അപ്പോൾ ശരിക്കും പറയാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ട്രാവലിംഗ് അല്ലെങ്കിൽ ബ്ലോഗിങ്ങിൽ എപ്പോഴും ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരാൾ ശിവ്യ ദത്തയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം സോഷ്യൽ മീഡിയാസാണ് നമ്മളെപ്പോഴും നമ്മളുടെ ബ്ലോഗിനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ നമ്മൾ അതിനുള്ളത് നമ്മൾ ശരിക്കും ഒരു 3 വർഷത്തോളം വെള്ളവും വളവും വിട്ട് വളർത്തി കഴിഞ്ഞാൽ ഒരു 4ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും നമുക്കത് തിരിച്ച് റെസ്പോൺസ് കിട്ടാൻ തുടങ്ങുള്ളൂ. ഈവൻ എൻ്റെ ബ്ലോഗിന് തന്നെ ആദ്യകാലങ്ങളിൽ ഒരു ദിവസത്തെ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൽ താഴെയാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ ഇപ്പം ഒരു ദിവസം ഹിറ്റ് 1000 ഹിറ്റിലൊക്കെ വരാറുണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ആ പോസ്റ്റുകളുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് വന്നിരിക്കുന്നത്. ശിവ്യ ദത്ത ആ ഒരു പേരെ ഇപ്പം ഇൻസ്പിറേഷൻ പറയുമ്പം വരാനുള്ളത്. ബ്ലോഗ് തുടങ്ങുന്ന ആക്ച്വലി ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയ 1 വർഷം കഴിഞ്ഞപ്പോഴാണ്. ഞാൻ എപ്പോഴും ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അതിന് കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കും. അപ്പം യാത്ര തുടങ്ങിയപ്പോൾ ആദ്യം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബുക്കായിട്ട് ഇറക്കണം എന്നൊക്കെയായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചില ഫ്രണ്ട്സാണ് പറഞ്ഞത് അതിനൊരു നല്ല ക്യാമറ വേണം, ഇതെല്ലാം എഴുതി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു, എങ്ങനെ ചെയ്യും, ഏത് ബ്ലോഗിലാണ് തുടങ്ങുക എന്നൊക്കെ. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പം ഫ്രണ്ട്സ് എല്ലാവരും ഒത്തിരി ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. എൻ്റെ ഒരു ബ്ലോഗർ ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണ ശ്രീവാസ്തവ എന്നാണ്, ഹൈദരാബാദുകാരനാണ്. അപ്പം അയാളാണ് എന്നെ ആദ്യ യാത്രകളിലൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ മീൻസ് ഗണ്ടിക്കോട്ട അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്ന അയാളായിരുന്നു. അപ്പോൾ അയാളാണ് കുറേ ഹെൽപ്പ് ചെയ്ത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാളുടെ ബ്ലോഗിൽ ഞാൻ ഗസ്റ്റായിട്ട് ബ്ലോഗ് ചെയ്ത് തുടങ്ങി ആദ്യം. പിന്നെ സ്വന്തമായിട്ട് ബ്ലോഗിൽ ചെയ്തു തുടങ്ങി. ഞാൻ ആക്ച്വലി എല്ലാവരും ചോദിക്കുന്ന കേരളത്തിൽ പല സ്ഥലങ്ങളിലും പേരെടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഞാൻ പോയിട്ടില്ല. പക്ഷേ കേരളത്തിലധികം ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അത് മിക്കപ്പോഴും കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എന്തെന്നറിയില്ല, കേരളത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്ന് ഒരാളുടെ അടുത്ത് ഒരു വഴി ചോദിക്കുക അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുക കുറേ പേര് നമ്മളെ സ്റ്റെയർ ചെയ്യുന്നുണ്ടാവും. അത് ഇതുവരെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ ഉള്ളതെല്ലാം കേരളത്തിന് പുറത്തോട്ട്. കേരളത്തിനകത്ത് എല്ലാം കൂട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ, അകത്ത് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെയില്ല, കേരളത്തിന് പുറത്ത് സ്റ്റെയറിങ്സ് കുറവാണെങ്കിലും അവിടെ അവർക്ക് സ്റ്റെയർ ചെയ്യും. കാരണം ഞാൻ ഏതോ ഒരു നാട്ടിലെ ഒരു പെൺകുട്ടി വന്ന് ഒരു വലിയ ബാഗും കൊടുത്ത് അവൾ എവിടെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ അവർ വന്ന് ചോദിക്കും ഇപ്പോൾ എവിടെ നിന്നാണ്. പക്ഷേ ഇവിടുന്ന് സ്റ്റെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വിശേഷങ്ങൾ പറയുമ്പോൾ ഇവളെന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്ന ഒന്നാമത് നമുക്കറിയാവുന്ന ഭാഷയായത് കാരണമായിരിക്കണം നമുക്കത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. പക്ഷെ പുറത്ത് എനിക്ക് തോന്നുന്നു അത്രയ്ക്കില്ല. നമ്മളിപ്പം ഈവൻ ബീഹാറിലൊക്കെ പോയ സമയത്ത് ഞാൻ എത്രയോ ദൂരത്തു നിന്ന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു അവർക്ക്. പിന്നെ അതുപോലെ തന്നെ ഗണ്ടിക്കോട്ടയൊക്കെ ചെന്നിറങ്ങിയാൽ ഫുഡ് കിട്ടാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. ഭാഷ ഒരു പ്രശ്നമായിരുന്നു. അവിടെ ആംഗ്യ ഭാഷയിലൂടെയാണ് ഫുഡ് കിട്ടിയത്. അപ്പോൾ എനിക്കൊന്നുമില്ല, കേരളത്തിന് പുറത്തൊരിക്കലും ഇതുവരെ സ്റ്റെയറിങ് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ കേരളത്തിനകത്ത് ഞാൻ മലയാളികളെ കുറ്റം പറഞ്ഞതൊന്നുമല്ല, പക്ഷെ ഞാൻ കംഫർട്ടബിൾ അല്ല. എനിക്ക് ആ ഒരു കംഫർട്ട് സോണിൽ ഞാൻ കേരളത്തിനകത്ത് ഇറങ്ങിയിട്ടില്ല. പൊതുവേ പെൺകുട്ടികളുടെ മെയിൻ കൺസേൺ ഇതുപോലെ ടോയ്ലറ്റ്സും പിന്നെ ഉള്ള ഈ സേഫ്റ്റി കൺസേൺസാണ്. അപ്പോൾ അങ്ങനെ ടിപ്പ് എപ്പോഴും എല്ലാവരും പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സേഫായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും ഞാൻ പറയും, അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞൊരു സ്ഥലം നമുക്കില്ല. നമ്മൾ പോകുന്ന സ്ഥലം നമുക്ക് തോന്നുന്നു സേഫാണെന്ന്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക, അവിടേക്ക് എങ്ങനെ സേഫായിട്ട് പോകാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അതാണ് എപ്പോഴും പെൺകുട്ടികളുടെ കൺസേൺ. ഈ ബാത്റൂമും ടോയ്ലറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ്റ്റി. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അതൊക്കെയുള്ളൂ. പുസ്തകം എന്ന് പറയുന്നത് ആദ്യം എഴുതിയത് ആക്ച്വലി ഞാൻ എഴുതിയ ആദ്യത്തെ നോവൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റിൽ എഴുതിയതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വെൻ ദി സൺസെറ്റ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നോവൽ വരുന്നത്. അത് പറഞ്ഞ പോലെ ഒരു 2 ആഴ്ച കൊണ്ട് എഴുതിയൊരു നോവലായിരുന്നു. അതും യാത്രയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ചില റിയൽ ലൈഫിലെ ചില ഇൻസിഡൻസ് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയൊരു നോവലായിരുന്നു അത്.
പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എഴുതിയത് മിക്കതും യാത്രാവിവരണങ്ങളാണ്. കുഞ്ഞു ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുഞ്ഞു ഷോർട്ട് സ്റ്റോറീസ്. എൻ്റെ ഷോർട്ട് സ്റ്റോറീസ് വായിച്ചാൽ ആരും ഒന്നും മനസ്സിലാവില്ലെന്ന് പറയും. അല്ല എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു സംഭവം വളരെ ഷോർട്ടാക്കിയിട്ട് അത് എഴുതുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് ചെറിയൊരു ബ്ലോഗ് ഉണ്ട് ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതിയത്. അത് യാത്രകളിൽ എപ്പോഴും എഴുതുന്നത് യാത്രാ വിവരണങ്ങൾ മാത്രമാണ്. ബേസിക്കലി മടിയുള്ളത് കാരണം രണ്ടിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. യാത്ര ചെയ്യാനാണെങ്കിൽ പ്ലാനിങ് തുടങ്ങാൻ അല്പം മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാനിങ് ഇല്ലാത്ത യാത്ര പോകുന്നത് മെയിനായിട്ട് മടിയായിട്ടാണ്. എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് എഴുതി ചില സമയത്ത് വല്ലാതെ ഒരു ടെൻഡൻസി വരും, അപ്പം ഇരുന്ന് എഴുതും. രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. മടിയില്ലെങ്കിൽ രണ്ടും ഒരുപോലെ നല്ലതായിട്ട് ചെയ്യും. ആദ്യമായിട്ട് പറന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇതേപോലെ ഗൂഗിളിൽ കാണാനാണ് മൈക്രോ ലൈറ്റ് ഫ്ലൈയിങ് ബാംഗ്ലൂർ ഉണ്ട് എന്ന് പറഞ്ഞു. അതും വെറും 15 മിനിറ്റ് സമയത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ജേർണിയാണ്, ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും. അപ്പം ഇതേപോലെ ഒരു വീക്കെൻഡ് പ്ലാൻ ചെയ്തു. അതൊരു ന്യൂ ഇയർ ആയിരുന്നു, 2015 ന്യൂ ഇയർ ആയിരുന്നു. അത് ന്യൂ ഇയർ ഇത്തിരി സ്പെഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നേരത്തെ വിളിച്ചു, എൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്തു. അവിടെ ജാക്കൂർ എയർഫീൽഡിൽ എത്തി. അപ്പോൾ എന്നെപ്പോലെ ഇതേപോലെ പറക്കാൻ വരുന്ന വേറെ 2 പേരെയും കൂടെ പരിചയപ്പെട്ടു. ഒരു അഞ്ജനയും ഒരു മുകേഷ് സംതിങ്, ഒരു നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ സ്ലോട്ട് സെക്കൻഡായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പോയി വന്ന ആളുടെ എക്സൈറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ കയറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം നമുക്ക് അവർ അതിൻ്റെ ജസ്റ്റ് ഓപ്പറേഷൻസ് എല്ലാം പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ടേൺ ചെയ്യാം, ലാൻഡ് ചെയ്യാം, പിന്നെ നമുക്ക് തരും കൺട്രോൾ. അപ്പോൾ ഞാൻ ഇതുവരെ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവിടുത്തെ ടെക് പാർക്കിൻ്റെയൊക്കെ മുകളിലൂടെ ഈ സംഭവത്തിൽ ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ട് പറക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് ഇതേപോലെ ലൈവ് അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെയുള്ള യാതൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഫോട്ടോസ് മാത്രം എടുക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആ ഒരു ന്യൂ ഇയർ അങ്ങനെയാണ് തുടങ്ങിയത്. അതും വീട്ടിൽ പറയാതെ പോയത്. വീട്ടിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറന്ന് തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു ചെറിയ ടെൻഷനായിരുന്നു. ആക്ച്വലി ഇപ്പോൾ കൂടുതൽ എൻ്റെ FB ഫ്രണ്ട്സ് അല്ലെങ്കിൽ വാട്സാപ്പ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ യാത്രക്കാരാണ്. ഒന്നുകിൽ റൈഡ് ചെയ്യുന്നവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ യാത്ര ചെയ്യുന്നവരായിരിക്കും. അപ്പം എൻ്റെ ടൈം ലൈനിൽ എപ്പോഴുയും ഒന്നുകിൽ അവർ പോയ യാത്രകളുടെ അപ്ഡേറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഞാനിട്ട യാത്രകളുടെ അപ്ഡേറ്റ്സിൽ കമൻറ്റും ട്രോളും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞില്ലേ, പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റസ് സ്കോർ ഇട്ട് കഴിഞ്ഞാൽ അതിലൊത്തിരി പേര് വരും. അപ്പോൾ അവർ തന്നെ പറയും ഇവിടെയാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സപ്പോർട്ട് നല്ലതാണ്. ഇപ്പം ഒത്തിരി ട്രാവലർ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയതാണ്, അവർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും സജിന അവിടെ ബെസ്റ്റ് സ്പോട്ട് ഏതാ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നൊക്കെ അവരും ചോദിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇപ്പോൾ ട്രാവലർ ഫ്രണ്ട്സ് കൂടുതലുള്ളത്. അതിൽ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് വെച്ചാൽ പലരും എൻ്റെ അടുത്ത് നിരഞ്ജൻ്റെ ഫോട്ടോ ഉണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൈകിയുടെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അതിൽ പല ക്യാരക്ടേഴ്സും ഇപ്പോൾ അലയോ ആണ്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോഴും അതിലുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അതിലുള്ള കഥാപാത്രങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് അതിന് 75% റിയൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരെ എങ്ങനെ കണ്ടുമുട്ടി എങ്ങനെയാണ് ഈ ഒരു എൻ്റെ സൺസെറ്റിലേക്ക് എത്തിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻഡ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി ഞാൻ വായിച്ചു തുടങ്ങിയത് മലയാളത്തിലായിരുന്നു. മലയാളത്തിൽ MT പെരുമ്പടവായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ. പിന്നെ എപ്പോഴും പതുക്കെ അത് ഇംഗ്ലീഷിലോട്ട് വന്നപ്പോൾ നിക്കോളാസ് സ്പാർക്സ് ആയിരുന്നു ഫേവറേറ്റ് ആണ് ഇപ്പോഴും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ എപ്പോഴും ഒരു ഇൻസ്പിറേഷനും എൻകറേജ്മെൻറ്റും തന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് നിക്കോളാസ് സ്പാർക്സിൻ്റെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്സ് ഫിലിമാക്കിയാലും അതേ ഒരു ഫീല് അതിന് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ വായിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ നാട് നോർത്ത് കരോലിന സ്റ്റേറ്റ്സിൽ എപ്പോഴും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. കാരണം അദ്ദേഹത്തിന് എത്ര ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ അത്രയും ബുക്കുകളിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ കഫേ, അവിടുത്തെ എല്ലാം
അപ്പോൾ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത് നിക്കോളാസ് സ്പാർക്സ് ആണ്. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, സാന്ദ്ര ബ്രൗൺ, ഡാനിയൽ സ്റ്റീൽ, ഇവരെല്ലാം ഞാൻ എപ്പോഴും പറയും. കാരണം ഒരു ഇരിപ്പിൽ വായിച്ച് തീർക്കാനുള്ള ആരുടെയെങ്കിലും ബുക്കുകൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവരുടെ ആരുടെയെങ്കിലും ഒരു ബുക്കായിരിക്കും പറയുന്നത് എപ്പോഴും. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പം ഞാൻ പഠിക്കാനായിട്ടാണ് ട്രിവാൻഡ്രത്ത് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നതെല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ ഒരു 8-9 വർഷത്തോളമായി ട്രിവാൻഡ്രത്ത്. അതിൽ ഞാൻ ടെക്നോപാർക്കിൽ ജോലിക്ക് കയറുന്ന സമയത്താണ് ഈ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ്റെ ബ്രൗഷർ അവിടെ കിടക്കുന്നത് കാണുന്നത്. അത് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു റിഹാബാണ്. നമ്മൾ തെറാപ്പീസ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അണ്ടർ പ്രിവിലേജ് കുട്ടികൾക്കുള്ള സപ്പോർട്ട്, എൽഡർലി കെയർ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ കൺസേൺ, ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടാണ്. അത് ജോളി ജോൺസൺ എന്ന ആളാണ് അത് നടത്തുന്നത്. അവരുടെ കയ്യിലുള്ള ഫണ്ടെല്ലാം ഉപയോഗിച്ചാണ് ഇത്രയും കാലം ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞു, ഡ്രെയിൻ ഔട്ടായി. ഇപ്പം നമ്മൾ ഫണ്ടിന് വേണ്ടി, അതാണ് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷൻ ഞാൻ എപ്പോഴും H2Oക്കാണ് കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കൈറ്റ് ഫെസ്റ്റിവൽ നടത്തിയത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫണ്ട് റൈസിങ് ഇവൻ്റ് ആയിരുന്നു. അപ്പം നമുക്കൊരു മാസത്തെ ചിലവെന്ന് പറഞ്ഞാൽ 3-3.25 ലക്ഷമാണ്. അപ്പം അതിലൊരു വളരെ ചെറിയ പോർഷനെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം എപ്പോഴും അത് എത്ര തിരക്കാണെങ്കിലും ഒരു ദിവസം അവർക്ക് വേണ്ടി ഒരു 2-3 മണിക്കൂർ എപ്പോഴും വർക്ക് ചെയ്യും. അതിപ്പോൾ ഏത് യാത്രയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ലൈഫിൽ എപ്പോഴെങ്കിലും താങ്ക്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പാരൻസിൻ്റെ അടുത്ത് മാത്രമാണ്. കാരണം മലബാറിലൊരു മുസ്ലിം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഇത്രയും സപ്പോർട്ടിങ് ആയിട്ട് ഇത്രയും ഫ്രീഡം തരുന്ന ഒരു പാരൻസിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പം എന്നെ ഇപ്പോൾ പഠിപ്പിച്ച ഒരു എഞ്ചിനീയർ ആക്കുമ്പം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്, ഞങ്ങളെയൊക്കെ കോളേജിൽ അയച്ചതെന്ന് ചോദിക്കാറുണ്ട്, എന്നെ എത്താതെ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കോ വിദ്യാഭ്യാസം കിട്ടിയില്ല, ഉമ്മയ്ക്കെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് ഉമ്മയ്ക്ക് പഠിക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ നല്ലപോലെ പഠിക്കണം എന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം കുഞ്ഞു ക്ലാസ്സിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിലൊക്കെ ഹോംവർക്ക് ചെയ്യാൻ അവർ കൂടെ ഇരിക്കും, ഹെൽപ്പ് ചെയ്യും. 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം ആദ്യമായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സഹായിക്കാനൊന്നും ആരുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു പ്രൗഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈഡാണ്. മകളെക്കുറിച്ച് പറയുമ്പം അവൾ എൻജിനീയറാണ്, ടെക്നോപാർക്കിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ജോലി വിട്ടു. പക്ഷെ ഇപ്പോഴും ആ ഒരു എൻജിനീയർ പട്ടം പോയപ്പോൾ അവർക്കൊരു വിഷമമായിരുന്നെങ്കിലും ഇപ്പോൾ അവർ ഹാപ്പിയാണ്. ഉപ്പ ഇപ്പോൾ കൂടെ ഇല്ലെങ്കിലും ഉപ്പ ആ ഒരു സന്തോഷവും കണ്ടതിന് ശേഷമാണ് ഉപ്പ പോയത്. അപ്പം എപ്പോഴും ദൈവം തന്ന ഏറ്റവും നല്ല 2 സമ്മാനങ്ങൾ എന്ന് പറയാൻ അവർ തന്നെയാണ്. അവരില്ലായിരുന്നെങ്കിൽ, അവരൊരു നോ പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്നതൊക്കെയുള്ളൂ ഇപ്പം സജ്ന ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതുള്ളൂ. കണ്ട ലോകവും കാഴ്ചകളും എല്ലാം അവരുടെ ഒരു യെസ്സിൻ്റെ മേലെ ഉണ്ടാക്കിയതാണ്.